ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കഴിഞ്ഞ ദിവസം നടന്ന LDC പരീക്ഷയുടെ രണ്ടാമത്തെ കണക്റ്റഡ് പോയിന്റ്സ് ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ചോദ്യം നമ്മുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. 15ാമത്തെ പ്രസിഡന്റ്, 14ാമത്തെ പ്രസിഡന്റ് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡിലേതാണോ ഒഡീഷയിലെയാണോ ഗവർണർ? അപ്പം ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ചോദ്യം കിട്ടുന്നതായിരുന്നു. 112/2023 എന്ന് പറഞ്ഞ ചോദ്യപേപ്പറിൽ ഇതുപോലെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: ഇന്ത്യയുടെ പ്രഥമ വനിതാ രാഷ്ട്രപതി, ഒഡീഷ ആണ് ജന്മദേശം, ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപാണ് ജനനം, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹ. ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് 2ഉം 4ഉമാണ്. ഒഡീഷയാണ് ഇവരുടെ ജന്മദേശം, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സ് നമ്മൾക്ക് വ്യക്തമായിട്ട് തന്നെ പഠിക്കാം. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു എന്ന് പറഞ്ഞത്. 15ാമത്തത് 2022 ജൂലൈ 25 സത്യപ്രതിജ്ഞ ചെയ്തത്. 2022 ജൂലൈ 25 സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നത് 2022 ജൂലൈ മാസം 18 തീയതിയാണ്. ജൂലൈ മാസം 18 തീയതിയാണ് തെരഞ്ഞെടുപ്പ്. സത്യപ്രതിജ്ഞ ചെയ്തത് ജൂലൈ മാസം 25 തീയതിയാണ്. സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ്. കാലാവധി തികച്ച ആദ്യ ജാർഖണ്ഡ് ഗവർണർ ആണ് ആരെന്ന് പറയുന്നത്? ദ്രൗപദി മുർമു. കാലാവധി തികച്ച ആദ്യത്തെ ജാർഖണ്ഡ് ഗവർണറാണ്. ഭരണഘടനാ പദവിയിൽ എത്തുന്ന ആദ്യത്തെ ആദിവാസി വനിതയാണ് ദ്രൗപദി മുർമു. ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യത്തെ ആദിവാസി വനിത. ജന്മസ്ഥലം ഒഡീഷ ആണ്. രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയാണ്. തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ പി സി മോദിയാണ്. ഒഡീഷയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VV ഗിരിയാണ്. ഒഡീഷയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് VV ഗിരി. പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമാകാതെ രാഷ്ട്രപതിയാകുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമാകാതെ രാഷ്ട്രപതിയാകുന്ന മൂന്നാമത്തെ വ്യക്തിയാണ്. മറ്റ് രണ്ടുപേര് രാജേന്ദ്ര പ്രസാദും APJ അബ്ദുൾ കലാമും ആണ് മറ്റ് രണ്ടുപേർ എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമാകാതെ രാഷ്ട്രപതിയാകുന്ന മൂന്നാമത്തെ വ്യക്തിയാണ്. മറ്റ് രണ്ടുപേര് രാജേന്ദ്ര പ്രസാദും APJ അബ്ദുൾ കലാമും ആണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമാകാതെ രാഷ്ട്രപതിയാകുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ്. 2022 ജൂലൈ മാസം 25 സത്യപ്രതിജ്ഞ ചെയ്തത്. 2022 ജൂലൈ മാസം 18 തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആണ്. കാലാവധി തികച്ച ആദ്യത്തെ ജാർഖണ്ഡ് ഗവർണർ. ഇവർ 2015 മുതൽ 2021 വരെ ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു. 2015 മുതൽ 2021 വരെ. ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യത്തെ ആദിവാസി വനിതയാണ്. ഇവരുടെ ജന്മസ്ഥലം ഒഡീഷയാണ്. രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. മത്സരത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് യശ്വന്ത് സിൻഹയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ PC മോദിയാണ്. ഒഡീഷയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി VV ഗിരിയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമാകാവുന്ന എത്രാമത്തെ വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെയാണ്. ഇത് കൂടാതെ രാജേന്ദ്ര പ്രസാദും APJ അബ്ദുൾ കലാമും ആണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമാകാതെ രാഷ്ട്രപതിയാകുന്ന മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ് ശരിയാണ്. ജാർഖണ്ഡിന്റെ ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് 2015 മുതൽ 2021 വരെ. സോ 1ഉം 3ഉമാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്റ്റഡ് പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ ലൈവ് സെഷൻസ് പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക്